പിന്നെ രാത്രി വൈകുന്നേരം നിർബന്ധമായി ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഒരു ലഘുവായിട്ടൊരു ആഹാരം കഴിക്കാനും നിർബന്ധമാക്കുക. ആഹാരം വൈകുന്നേരം നിർബന്ധമായിട്ട് കഴിക്കുക. കാരണം ഉച്ചയ്ക്ക് കഴിച്ച് ഒരു ലോങ് ഗ്യാപ്പ് വരാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 4 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ അത്യാവശ്യം കുറച്ച് വ്യായാമമൊക്കെ കഴിഞ്ഞ് ലൈറ്റായിട്ടൊരു ഫുഡ് കഴിക്കുക. അതൊരിക്കലും ഓയിലി ഫുഡോ ജങ്ക് ഫുഡോ ആയിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് പിന്നെ വേണമെങ്കിൽ ചെറുപയർ വേവിച്ചതോ അല്ലെങ്കിൽ വെജിറ്റബിൾ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം ഒരു ഡയബറ്റിക് പേഷ്യന്റ് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ പിന്നെയും ഓപ്ഷൻസ് ഉണ്ട്. വീറ്റ് ബ്രെഡ്, അതെ, ഓട്സ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും പാല് ചേർക്കരുത്. അധികം കുറുകുന്നവരെ കാച്ചാനും പാടില്ല. പിന്നെ അതുപോലെ തന്നെ രാത്രിയുള്ള ഫുഡ് കഴിയുന്നത് നേരത്തെ കഴിക്കുക. അത് നിർബന്ധമായിട്ട് ഗോതമ്പാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ രാത്രിയിൽ. പിന്നെ അതുപോലെ തന്നെ രാത്രിയിലെ ആഹാരത്തിൽ ഒട്ടും തന്നെ കൊഴുപ്പ് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ സലാഡ് ധാരാളമായി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ആഹാരം വളരെ ശ്രദ്ധിക്കുക. അതായത് ഇൻ ബിറ്റ്വീൻ ഫുഡ്സ് വളരെ ശ്രദ്ധിക്കുക. നെല്ലിക്ക, മോരും വെള്ളം, സലാഡ്, വെള്ളരിക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക. കാരണം അതിനൊക്കെ ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ തേങ്ങയും എണ്ണയും ഉപ്പും വളരെ വളരെ കുറച്ച് ഉപയോഗിക്കാം. അപ്പം ഈ അമിതവണ്ണത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് മെറ്റബോളിസം. അതായത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് ആഹാരമേ കഴിക്കുന്നുള്ളൂ എങ്കിലും വണ്ണം വെക്കുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ മെറ്റബോളിസം ആണല്ലോ, ലോ മെറ്റബോളിസം. അപ്പൊ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനുള്ള ഫുഡ് അങ്ങനെ എന്തെങ്കിലും മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനുള്ള ഫുഡ് ഐറ്റംസ് ഇല്ല. മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനുള്ള ചില ഐഡിയാസ് മാത്രമേ ഉള്ളൂ. അതായത് അധികമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പലർക്കും പല രീതിയിൽ ജന്മന മെറ്റബോളിസം വേരിയഡ് ആയിരിക്കും. ചിലർക്ക് ചിലര് കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ളവര് കുറച്ച് മെറ്റബോളിസം ഹൈ ആയിട്ടുള്ളവരായിരിക്കും. കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളവർ ചിലപ്പോൾ മെറ്റബോളിസം കുറച്ച് കുറഞ്ഞവരായിരിക്കും. അത് ജന്മന ഉള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ മെറ്റബോളിസം കൂട്ടാൻ വേണ്ടി വ്യായാമം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ മൈദയുടെ ഉപയോഗം എത്രത്തോളം ആരോഗ്യത്തിന് മോശമാണ്? മൈദ എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടും തന്നെ തവിടില്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് മൈദ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പൊറോട്ടയായിട്ടൊക്കെ ഉപയോഗിക്കുമ്പം അതിൽ ധാരാളം ഫാറ്റ് കണ്ടന്റ് കൂടുതലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് പ്രത്യേകിച്ചും പിന്നെ ഇതുപോലെ മൈദ ആഹാരം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് ഇൻക്രീസ് ആവുന്നു. കാരണം അതിന് ഒട്ടും തവിടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് പെട്ടെന്ന് ഷുഗർ ലെവൽ ഇൻക്രീസ് ആക്കുന്നു. അതുകൊണ്ട് മൈദയുടെ ഉപയോഗം നിർബന്ധമായിട്ടും ഒഴിവാക്കണം. കാരണം ഒട്ടും തന്നെ തവിടില്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് മൈദ. ഇനി അമിതവണ്ണമുള്ളവർ കഴിക്കേണ്ട ആഹാരങ്ങൾ അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് എന്തൊക്കെയാണ്? അവര് നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ഫുഡ്സ് തന്നെയാണ്. അവര് ഇപ്പം ഒരു മാസം കൊണ്ട് ഒരു 5 kgs കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ ഫ്രൈഡ് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ പിക്കിൾസ്, പപ്പടം, പൊരിച്ച മീൻ, പൊരിച്ച ഇറച്ചി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. മാത്രമല്ല ഫ്രൈഡ് ആയിട്ടുള്ള തേങ്ങയുടെ എണ്ണയുടെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സും റോ വെജിറ്റബിൾസും വെജിറ്റബിൾ സൂപ്സും പഞ്ചസാര ചേർക്കാത്ത ഫ്രൂട്ട് ജ്യൂസസും നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡയറ്റിങ്ങിന് ശ്രമിക്കുന്ന ഒരാൾ ഒരു നേരത്തെ ഫുഡും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് ഉച്ചത്തെ ഫുഡ് കഴിക്കുക. അത് ഒരുപക്ഷെ വിശന്നാലും അവര് പ്രോപ്പറായിട്ട് കഴിക്കത്തില്ല. ആ ഒരു രീതിക്കൊക്കെ പിന്നെ ഡയറ്റിംഗ് ചെയ്താൽ അത് ഹാനികരമായിട്ട് ബാധിക്കും നമ്മുടെ ആരോഗ്യത്തിന്. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഡെയിലി ഡയറ്റിംഗ് ചെയ്യുന്ന ഒരാൾ പാലും വെള്ളം നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. പാലും വെള്ളം എങ്ങനെയാണ് സഹായിക്കുന്നത്? പാലും വെള്ളം പാലെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫുഡാണ്. നമ്മൾ എല്ലാതരം പല വിറ്റാമിൻസും നമ്മൾ അവോയ്ഡ് ചെയ്യും. നമ്മുടെ ഒരു ഡയറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഡയബറ്റിക് പേഷ്യന്റ് അതെ ഒബിസിറ്റി ഉള്ള ഒരാൾ നമ്മൾ പലതരത്തിലുള്ള വിറ്റാമിൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഒരു പാല് ഒരു നേരം കുടിച്ചാൽ അത് കംപ്ലീറ്റ് ഫുഡ് എന്നാണ് അതിനെ പറയുന്നത്. പക്ഷെ അതിൽ ഒരു വേണ്ടാത്ത ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഫാറ്റ് മാത്രമാണ്. അപ്പൊ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുന്ന നമ്മുടെ ഒരു ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. വിറ്റാമിൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഉള്ളൊരു ട്രെൻഡാണ് വിറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുക. അതും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിറ്റമിൻസ് വാങ്ങിച്ച് കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ തന്നെ പറയും എല്ലാ വിറ്റമിൻസും ഉണ്ട്. അത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ഗുണം ചെയ്യും?
വിറ്റാമിൻ ടാബ്ലറ്റ്സിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതായത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്ന നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വിറ്റാമിൻ ടാബ്ലറ്റ്സ് നമ്മൾ വിറ്റാമിന്റെ കുറവ് കൊണ്ടുള്ള ആഹാര ഇത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതായത് ഒരു വിറ്റാമിൻ കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരുപാട് തരത്തിലുള്ള അനീമിയ അല്ലെങ്കിൽ പല്ലിന് ബ്ലീഡിംഗ് ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ഓവർ കൺസപ്ഷൻ കൊണ്ടും ഒരുപാട് തരം പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ലൂസ് മോഷൻ, വൊമിറ്റിംഗ്, അതുപോലെ തന്നെ ഡിപ്രഷൻ, അത്രയും വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫുഡിലൂടെ ഒരു വിറ്റാമിൻ കൺസംഷൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. പക്ഷെ ഒരു ടാബ്ലറ്റിലൂടെ ഒരുപാട് അധികമാവാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോടല്ലാതെ നമ്മൾ വിറ്റാമിൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇന്ന് മാഡം ഓൾഡ് ഏജിൽ ഫോളോ ചെയ്യേണ്ട ഡയറ്റിനെ കുറിച്ചൊന്ന് പറയാൻ. ഓൾഡ് ഏജിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മെറ്റബോളിക് ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് വളരെ കുറയ്ക്കണം. പക്ഷെ അത്ര കണ്ട് കുറയ്ക്കാനും പാടില്ല. നിർബന്ധമായിട്ടും ഇപ്പൊ രാവിലെ 2 ദോശയാണെങ്കിൽ 2 ദോശ തന്നെ കഴിക്കുക തന്നെ വേണം. പക്ഷെ അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം പല്ലാണ്. മിക്കവർക്കും പല്ല് ഒരു പ്രശ്നമാണ്. അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പക്ഷെ അത് ഒരിക്കലും ഫൈബർ റിച്ച് ആവാതെ ഇരിക്കരുത്. നിർബന്ധമായിട്ട് ഫ്രൂട്ട്സ് സൂപ്പായിട്ടും അതുപോലെ തന്നെ മാഷ്ഡ് ഫുഡ് ഐറ്റംസ് ആയിട്ടൊക്കെ ഒരുപാട് ഫൈബർ അവരുടെ ബോഡിയിൽ കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യണം. കുറേശ്ശെ ഓയിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതല്ലാതെ ഫ്രൈഡ് ഫുഡ്സും പപ്പടം, അച്ചാർ ഇങ്ങനെയുള്ള ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം. ടൈമിലി ഫുഡ്, അതായത് ഇടയ്ക്കിടയ്ക്കുള്ള ലഘുഭക്ഷണം തന്നെയാണ് ഒരു ഓൾഡ് ഏജിനും നല്ലത്. സമീകൃത ആഹാരമായിരിക്കണം. നിർബന്ധമായിട്ടും കാൽഷ്യം ഡെഫിഷ്യൻസി അവരുടെ ഒരു പ്രശ്നമാണ്. അവരും പാലും വെള്ളം ധാരാളമായിട്ട് ഉപയോഗിക്കണം. കാരണം ഇപ്പോഴും നമ്മൾ വയസ്സായി വരുമ്പോൾ പാലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. നിർബന്ധമായിട്ട് 2 നേരം പാലും വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അവർ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കിട്ടത്തില്ല, അത്രയും അബ്സോർവ് ചെയ്യത്തില്ല, അത്രയും ഡൈജഷൻ ആവത്തില്ല. അപ്പം ഒരു കംപ്ലീറ്റ് ഫുഡായിട്ട് പാലും വെള്ളം അല്ലെങ്കിൽ മോരും വെള്ളമായിട്ടോ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും ഇതുപോലെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിർബന്ധമായിട്ട് അവോയ്ഡ് ചെയ്യണം. അതായത് ഈ മൈദ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള തവിടുള്ള അരി, ഗോതമ്പ് ആഹാരങ്ങൾ അതൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വെജിറ്റബിൾ സൂപ്പ്, നമ്മൾ നോർത്ത് ഇന്ത്യൻസിന് മാത്രം ഉള്ള ഒരു ഇതാണ് സലാഡും വെജിറ്റബിൾ സൂപ്പും. നിർബന്ധമായിട്ടും മാഷ്ഡ് സലാഡായിട്ടോ വെജിറ്റബിൾ സൂപ്പായിട്ടോ നിർബന്ധമായിട്ടോ ഓൾഡ് ഏജസിൽ കഴിക്കേണ്ടതാണ്. പിന്നെ ഈ ചെറുപയർ കടലവർഗ്ഗങ്ങൾ ഒരുപാട് ഗ്യാസ് ഫോമിംഗ് ആണ്. അവർക്ക് അവരുടെ സ്റ്റൊമക്കിനൊന്നും ഒട്ടും എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് ഒരു പരിധി വരെ, അതായത് ചെറുപയർ കടലവർഗ്ഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ നിർബന്ധമായിട്ട് ദാലായിട്ടും വളരെ സ്മൂത്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പയർവർഗ്ഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇന്ന് നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിന്റെ ഭക്ഷണ രീതിയിൽ തന്നെ അരി ആഹാരത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അത് ഒരു വിധത്തിൽ നല്ലതോ ചീത്തയോ? അരിയാഹാരം ഒരിക്കലും ദോഷമല്ല. പക്ഷെ അമിതമായിട്ടുള്ള അരിയുടെ ഉപയോഗം വളരെ ദോഷമാണ്. അതായത് ഒരു ആഹാരവും അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കുകയാണെന്ന് വെച്ചോ, ഇടയ്ക്ക് എല്ലാവരും ഒരു വൈകുന്നേരം ആകുമ്പോൾ വിശക്കുമ്പോൾ പിന്നെയും ചോറ് കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ചോറ് കഴിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. അങ്ങനെ എപ്പോഴും ചോറ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. എല്ലാത്തിനും ഒരു കണക്ക് വേണം, ഒരു സമീകൃതമായിരിക്കണം. ഇപ്പൊ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് അതിനൊരു ക്വാണ്ടിറ്റി വേണം. നമ്മൾ ചോറ് മാത്രം അധികം കഴിച്ച് അധികം കുറച്ച് കറികളുമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കണം. ഇപ്പൊ നമ്മൾ ശരിക്കും അതിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ രാവിലെ പിന്നെ ഇഡ്ഡലി, ദോശ, ഉച്ചയ്ക്ക് ശകലം ചോറ്, രാത്രി ഗോതമ്പാഹാരം, ഈ ഒരു രീതിക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇടയ്ക്കുള്ള ആഹാരങ്ങൾ മാത്രം ഫ്രൂട്ട്സും ഈ പൾസസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അമിതമായിട്ട് അരിയാഹാരം ഉൾപ്പെടുത്തുന്നത് ഒരിക്കലും നല്ല. ഒരു ആഹാരവും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് പൾസസ്, പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും അതിനൊക്കെ ഒരു വൈവിധ്യം കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പം ഒരു ദിവസം ക്യാബേജും ബീൻസും നീളം പയറും മാത്രം ഉപയോഗിക്കാതെ പല തരത്തിലുള്ള വെജിറ്റബിൾസും പല തരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. ഓക്കെ, നമസ്കാരം. ഇന്ന് ലോകത്തിൽ വനനശീകരണം ഒരു വലിയ പ്രശ്നമാണ്. വനനശീകരണം കാരണം വളരെയധികം മൃഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നു. അങ്ങനെയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറച്ച് നല്ല വനങ്ങൾ ബാക്കിയുണ്ട്. അതിൽ ചിലത് നമുക്ക് കാണാം ജീവിലോകത്തിലൂടെ.
അരിപ്പക്കാടുകളാണിത്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമായി പടർന്നുകിടക്കുന്ന പച്ചത്തുരുത്തുകൾ. കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിനും ശങ്കിലി വനത്തിനും ഇടയിലുള്ള ഈ മഴക്കാട് നൂറുകണക്കിന് ജീവജാലങ്ങളുടെ അഭയസങ്കേതമാണ്. മഴക്കാടുകളിൽ തന്നെ അപൂർവമായ മഴക്കാടാണ് അരിപ്പയെന്ന് പറയാം. നിരപ്പായ മഴക്കാടുകൾ നമുക്ക് വളരെ കുറച്ചേയുള്ളൂ. തട്ടേക്കാട് പക്ഷിസങ്കേതവും അരിപ്പയുമാണ് ഇതിൽ പ്രധാനം. ജൈവസമ്പന്നതയുടെ ഒരപൂർവ ശേഖരമാണിതെന്ന് പറയാം. ഉരകങ്ങൾ, നൂറുകണക്കിന് വിവിധജാതി ശലഭങ്ങൾ, മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ ഒരു സങ്കേതം കൂടിയാണിത്. അരിപ്പക്കാടുകളോട് ചേർന്ന് ശുദ്ധജല ചതുപ്പുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ചതുപ്പുകളും 100,000 ജീവിവർഗങ്ങളുടെ സങ്കേതമാണ്. ലോലാൻഡ് എവർഗ്രീൻ ഫോറസ്റ്റായ അരിപ്പക്കാടുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നത് ആശങ്കാജനകമാണ്. മഴക്കാടെന്നത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. അരിപ്പക്കാട്ടിലെ മഴയൊന്ന് നോക്കിക്കാണുക. കാടിന്റെ കറുത്ത പച്ചപ്പിനുള്ളിൽ വെള്ളിനൂലുകൾ പെയ്തിറങ്ങുന്ന കാഴ്ച ആരെയാണ് മോഹിപ്പിക്കാത്തത്? സുന്ദര നിമിഷങ്ങളാണിത്. പ്രകൃതി സ്നേഹികളെ ആഹ്ലാദിപ്പിക്കുന്ന കാഴ്ച. കനത്ത മഴയിൽ കുളിച്ചു നിൽക്കുന്ന ഈ പ്രകൃതി ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിനുള്ള നിത്യസ്രോതസ്സാണ്.